വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബീഫ് സ്റ്റൂ റെസിപ്പി നോക്കിയാലോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഹാര കുക്സ്. അതിനായിട്ട് ഒരു കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ വീതം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിളക്കി അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 കിഴങ്ങ് അരിഞ്ഞതും 1 ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഒരു 3 വിസിലാവുന്നത് വരെ അടുപ്പത്ത് വയ്ക്കാം. ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് സ്പൂൺ വെച്ച് തന്നെ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ അത് സഹായിക്കും. ഇതിലേക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം സ്പൈസസും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ചൂടോടുകൂടി തന്നെ നമ്മുടെ ബീഫ് കറിയിലേക്ക് അതങ്ങിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.